ഹലോ, സുഖല്ലേ? അപ്പം എൻ്റെ പെരുന്നാൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 1:30ക്കാണ്. ആദ്യം ഞാൻ വിചാരിച്ചു മൈലാഞ്ചി ഒന്നും ഇടണ്ടെന്നുള്ളത്. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ പൊലിവ് കയറി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, 1:30ക്ക് കുത്തിർന്നങ്ങോട്ട് മൈലാഞ്ചി ഇട്ട്. പിന്നെ ആ ഒറ്റ മൈൻഡിൽ കയറിങ്ങാണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് 3:15 കഴിഞ്ഞിട്ടുണ്ടേനു. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചൊക്കെ ഇരുന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ഒരു 4 മണി ആയിട്ടുണ്ടാവും. രാവിലെ നീച്ചു, ഡ്രസ്സെല്ലാം മാറ്റി, ഫുഡെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ഉമ്മാൻ്റെ. പിന്നെ ഞങ്ങൾ അവിടെ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കിയ ആ ഫുഡ് തന്നെയാണ് കഴിക്കാറ്. അങ്ങനെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് വേറെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കില്ല. കാരണം പള്ളി വന്നിട്ട് ഇത് കഴിച്ചിട്ട് പിന്നെ വേറെ വീട്ടിലേക്കൊക്കെ പോവുക ചെയ്യാറ്. പിന്നെ എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഈ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എൻ്റെ കസിൻ്റെ കുട്ടിയാണ്. എൻ്റെ ഫേവറേറ്റ് ഡാൻസ് സ്റ്റെപ്പാണത്. പിന്നെ എല്ലാവരും കൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കണ്ടുകൊണ്ട് എന്നെ ട്രോളി. ഈ വിരുദ്ധനാണ് എല്ലാവരോടും പറഞ്ഞു കൊടുത്തത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെന്നുള്ളത്. ഷോൺ അതിൻ്റെക്കാട്ടിലും വലിയ ആളാണ്. ഓൻ ഇതിൻ്റെ മുമ്പ് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ കാര്യം കുടുംബത്തിൽ ആർക്കും അറിയില്ല. എനിക്ക് മാത്രമേ അറിയുള്ളൂ, എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനത് എല്ലാവർക്കും ഇട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ നല്ലോണം ഒന്ന് ഫോണൊന്ന് അടുത്ത് പിടിച്ചുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ വിരുദ്ധന് ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ കളിയാക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം കേൾക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്, കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന സ്ഥലമൊക്കെ നല്ല അടിപൊളി പ്ലേസ് ചെയ്യുന്നു. പിന്നെ എല്ലായിടത്തും വേൾഡ് കപ്പിൻ്റെ ഫ്ലെക്സ് കാര്യങ്ങൾ, അതിൻ്റെ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് റിട്ടേൺ വന്നു. പിന്നെ ഞാൻ എൻ്റെ ഷുട്ടുമണിയായിട്ട് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഓളെ കുട്ടി ഓൻ്റെ സ്പൈഡർമാൻ്റെ ചെരുപ്പൊക്കെ കാണിച്ചു തരുന്നു. പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ബായ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.